നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മാറ്റങ്ങൾ എന്നും നല്ലതാണ്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിലുണ്ടായ ഈ അഴിച്ചുപണി എന്തായാലും ഇത്തിരി വ്യത്യസ്തമായി പോയി. പെട്ടിയും പ്രമാണവും എടുത്ത് വിട്ടുവെന്നേ കേട്ടിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ പുതിയ മന്ത്രി വരും മുമ്പേ മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട സ്ഥലം മാറ്റം നടന്നിരിക്കുകയാണ്. 57 പേർക്കാണ് സ്ഥലം മാറ്റം കിട്ടിയത്. ഇതിനൊപ്പം 18 RTOമാർക്ക് സ്ഥാനക്കയറ്റത്തോടു കൂടിയുള്ള സ്ഥലം മാറ്റവും നൽകിയിട്ടുണ്ട്. ആന്റണി രാജു രാജിവെച്ച KB ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതിന് മുൻപാണ് ഈ സ്ഥലം മാറ്റം ഓർഡർ പുറത്തിറങ്ങിയത്. എന്നാൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഉത്തരവ് മരവിപ്പിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുൻപാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ഇടപെട്ടു. ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്ന് ശനിയാഴ്ച രാവിലെയോടെ നിർദ്ദേശം നൽകി. ഉത്തരവ് പിൻവലിച്ചിട്ടില്ല, മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വിചിത്രമായ മാനദണ്ഡങ്ങളോട് കൂടിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇതോടെ ഉത്തരവ് മരവിപ്പിച്ചു. പിന്നാലെ ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ ഒഴിവായിരുന്നു. ചില ഉദ്യോഗസ്ഥർക്ക് അന്ന് ദൂരേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നിരുന്നു. അവരുടെ കൂടെ താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയുള്ള ഉത്തരവായിരുന്നു വെള്ളിയാഴ്ച പുതിയ ഉത്തരവിൽ ഗതാഗത കമ്മീഷൻ പുറത്തിറക്കിയത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒത്തിരി വിവാദപരമായ പരാമർശങ്ങൾക്ക് ഇരയായിട്ടുള്ളവരാണ് മോട്ടോർ വാഹന വകുപ്പ്. അതിലെ പ്രധാന കണ്ണി റോഡിന് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന AI ക്യാമറകൾ തന്നെ. കാണാത്തവരെ കാണിച്ചും ഇല്ലാത്ത വണ്ടി ഉടമസ്ഥരെ ഉണ്ടാക്കിയും AI ക്യാമറകൾ വിരിച്ച വലയിൽ പാവം MVDമാർ ട്രോളുകൾക്ക് ഇരയായി എന്ന് വേണം പറയാൻ. ഹെൽമറ്റ് വെക്കാത്തതിനും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും മദ്യപിച്ച വാഹനം ഓടിക്കുന്നതിനുമെല്ലാം മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പിഴകളും കൂടിക്കൊണ്ടേയിരുന്നു. ഗതാഗതം തനിക്കാണെന്ന് ഉറപ്പിച്ച പോലെ ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. KSRTCയിൽ നിന്നും ഒരു പൈസ പോലും മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം കാണണ്ട. പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നും പറഞ്ഞു. കൂടാതെ ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും, അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എല്ലാവിധ ക്രമക്കേടുകളും ഇല്ലാതാക്കാം. എന്റെ ലക്ഷ്യം അഴിമതി ഇല്ലാതാക്കുകയാണെന്ന് കൂട്ടിച്ചേർത്തു. എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക, വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവിൽ നിയന്ത്രണം കൊണ്ടുവരിക. KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെ നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ബിവറേജസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ലോട്ടറി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമേ നമുക്ക് ധനകാര്യ ആവശ്യങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ പരിപൂർണമായി അവഗണിക്കുകയും കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കേന്ദ്രത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഇനി കാര്യവുമില്ല. ജനങ്ങളെ പിഴിയാതെ എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നത് സംബന്ധിച്ച് ചില ആശയങ്ങളുമുണ്ട്. 3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളെക്കാൾ ഗ്രാമീണ മേഖലയിൽ ചെറിയ ബസ്സുകൾ വാങ്ങുക. അതിന് 7 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. കേരളത്തിൽ എല്ലാ ഗ്രാമീണ മേഖലകളിലും ബസ് ഉറപ്പാക്കുന്ന പദ്ധതി കൊണ്ടുവരും. അങ്ങനെയാണ് ഗണേഷ് കുമാർ MLA നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്.